അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് വായാരി ഡാമിലാണ് കേട്ടോ വന്നത്. അവിടെ എത്തി ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റും എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ മറ്റ് ഡാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. വഴി ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ അങ്ങനെ എല്ലായിടത്തൊന്നും കണ്ടിട്ടില്ല. പൊതുവേ ഈ പാർക്കിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ പറ്റി ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്, ഊഞ്ഞാലുകൾ എല്ലാം അവിടെയുള്ള എല്ലാ മരത്തിലും നമുക്ക് ഇങ്ങനത്തെ ഊഞ്ഞാലുകൾ കാണാം കേട്ടോ. ഒരുപാട് മരങ്ങൾ, വലിയ വലിയ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണലുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ. ഉച്ച സമയമാണെങ്കിൽ ഇവിടെ നല്ല തണലായിരിക്കും കേട്ടോ. അവിടെ കുറച്ചേരൊക്കെ കളിച്ചവർ നേരെ പാർക്കിലേക്കാട്ടോ പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഒരുപാട് ഗാർഡനുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ പാർക്കിലെത്തിട്ടോ. പാർക്ക് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ പാർക്കാണ് കേട്ടോ. അവർക്ക് പറ്റിയ പലവിധ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള അവർ കൂടെ വരുന്ന മുതിർന്നവർക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് ഇരിപ്പിടങ്ങളും അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സജ്ജാക്കിയിട്ടുണ്ട് കേട്ടോ. ഓരോ കളിക്കണം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതിലാണ് താല്പര്യം ഉണ്ടാവുക. ഇതുമ്മ കയറുക, ക്രിക്കറ്റ് കളിക്കുക, കോട്ടി കളിക്കുക, അതൊക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. ഇവർ ഇങ്ങനത്തെയുള്ള പാർക്കുകളും അങ്ങനെയുള്ളതിനോടാണ് കൂടുതലായിട്ട് അവർക്ക് ഇപ്പോൾ ഇഷ്ടം കൂടുതലല്ലേ. പാർക്കിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ ഡാമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. പോകുന്ന വഴി ഇതുപോലെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ. അടിയിലൂടെ കുറച്ച് വെള്ളമൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിറയെ കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ അവിടെ. ഡാമിലേക്ക് പോകട്ടെ. പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട്. മാവ് മരമാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഞാൻ അങ്ങനെ പറയും, മാവ് പൂത്താൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ. അത്രക്കും അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ മാവ് മരങ്ങളും. ഭയങ്കര തണൽ വൃക്ഷങ്ങളുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഞങ്ങൾ മുകളിലെത്തി. മുകളിൽ നിന്ന് കാണാനുള്ള വ്യൂ ആയാലും നല്ല അടിപൊളിയാണ് കേട്ടോ. ഉള്ള ഡാമിൽ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതിലും ഞങ്ങൾ കയറിയിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്താനുള്ളത് കൊണ്ട് തന്നെ വേഗം അവിടുന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനായിട്ടോ. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ അവിടെയുള്ള മാവിൻ്റെ മരത്തിൻ്റെ അടുത്തൊക്കെ പോയി മാവിലൊക്കെ കുറേ ഇരുന്ന് ആടി അങ്ങനെ കുറേയൊക്കെ അവിടെ എൻജോയ് ചെയ്തിട്ടോ. പിന്നെ കുറേ ഊഞ്ഞാലകളിലൊക്കെ ആടിയിട്ടൊക്കെ